ഹലോ മക്കളെ, അപ്പോൾ നിങ്ങളെല്ലാവരും CUT എക്സാമിനൊക്കെ അപ്ലൈ ചെയ്ത് അതിൻ്റെ ഒരു പ്രിപ്പറേഷനിലായിരിക്കും അല്ലേ. നമുക്കിനി പഠിക്കാൻ ഏകദേശം ഒരു മാസമോളേ ഉള്ളൂ. May 11th എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. May 11 തൊട്ട് May 30 വരെ എന്തുണ്ട് എക്സാമിൻ്റെ ഡ്യൂറേഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ പാറ്റേണിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, ഈ വീഡിയോയിലൂടെ എന്ത് ചെയ്യാം പറയാം. ഒന്നാമത്തെ കാര്യം, ഈ എക്സാമിൻ്റെ മോഡ്, അതായത് CBT മോഡാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് ഈ എക്സാം. ഇനി അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും ഈ എക്സാമിന് 5 സബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടാകും. ഓരോ സബ്ജക്റ്റിനും 50 ക്വസ്റ്റ്യൻസ് വീതമാണ് ഉണ്ടാവുക. അതിൽ ഓരോ സബ്ജക്റ്റിനും 60 മിനിറ്റ്, 1 ഹവർ എക്സാമായി. ഓരോ സബ്ജക്റ്റിനും 1 ഹവർ ആയിരിക്കും. 50 ക്വസ്റ്റ്യൻസ് വീതമായിരിക്കും എന്ത് എക്സാമിന് എന്ത് ചെയ്യുക, ചോദിക്കുക. അപ്പോൾ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏകദേശം അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യന് ഏകദേശം 1 മിനിറ്റേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ചെറിയ സമയം കൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റണം. ഇനി അടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ മാർക്കിംഗ് സ്കീം. അതായത് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ +5 മാർക്കാണ് ഉണ്ടാവുക. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ -1 മാർക്ക് ഉണ്ടാകും. നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാത്ത ക്വസ്റ്റ്യന് ഒന്നുമില്ല, 0 മാർക്ക്. അപ്പോൾ പൊതുവെ നീറ്റ് എക്സാമും കീം എക്സാമൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ആക്ച്വലി നെഗറ്റീവ് മാർക്ക് കുറവാണ്. കീമിനും നീറ്റിനൊക്കെ +4ഉം -1ഉം. ഇത് ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കിയാൽ +5ഉം തെറ്റിച്ചാൽ -1 ഉണ്ടാവുള്ളൂ. ആ കാര്യം പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ പറയേണ്ട ഈ എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ പറയണം. ആക്ച്വലി ഈ ഒരു +2 കഴിഞ്ഞ കുട്ടികൾക്ക് അവരെഴുതുന്ന എൻട്രൻസ് എക്സാമിൽ ഏറ്റവും സിംപ്ലസ്റ്റ് എക്സാമാണെന്ത് CUT എക്സാം. കീമും നീറ്റൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം, ജെയും നീറ്റും കീമും വെച്ച് കമ്പയർ ചെയ്യുമ്പം CUT എക്സാം അത്യാവശ്യം റിപ്പീറ്റ് ചെയ്യാത്ത കുട്ടികൾക്ക് തന്നെ, +2 കഴിഞ്ഞ കുട്ടികൾക്ക് തന്നെ ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണെന്ത് CUT എൻട്രൻസ് എക്സാം. അപ്പോൾ ആ കാര്യം പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. അടുത്തത് ഇതിൻ്റെ സിലബസ് പറയണം. CUT നമ്മൾ പൊതുവെ നീറ്റിനും കീമിനൊക്കെ +1 +2 ബേസ്ഡ് അല്ലാണ് ചോദിക്കുക അല്ലേ. +1 ചോദിക്കും, +2 ചോദിക്കും. പക്ഷേ CUT എക്സാമിന് +2 ബേസ്ഡ് ആയിട്ടാണ്. ഇനി ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഡൊമെയിൻ സബ്ജക്റ്റ് എന്നൊക്കെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ +1 ടോപ്പിക് എന്ത് ചെയ്യേണ്ട, പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ +2 ടോപ്പിക്ക് മാത്രം എന്ത് ചെയ്താൽ മതി, റെഫർ ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ ഇപ്പം +2 പഠിച്ച് കഴിഞ്ഞ കുട്ടികൾക്ക് കൂളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാം എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ ക്വസ്റ്റ്യൻ വരുന്ന ടൈപ്പ് ചോദിക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഒക്കെ ചൂസ് ചെയ്ത കുട്ടികളാണെങ്കിൽ അപ്ലിക്കേഷൻ ലെവലിൽ നിന്നാണ് എന്ത് ചെയ്യുക, കൂടുതലായിട്ട് ചോദ്യങ്ങൾ വരിക. അത്യാവശ്യം പഠിച്ച കുട്ടികൾക്ക്, ബോർഡ് എക്സാമിനൊക്കെ വേണ്ടി നല്ല പ്രിപ്പയർ ചെയ്ത കുട്ടികൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ മാത്രമാണ് എന്ത് ചെയ്യുക, ചോദിക്കുക കേട്ടോ. അപ്പോൾ നല്ലപോലെ എന്ത് ചെയ്യുക, ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക. പഠിച്ചാൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാമാണ്. ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് എക്സാമിലോട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നല്ലപോലെ എന്ത് ചെയ്യുക, മാക്സിമം പ്രിപ്പയർ ചെയ്യുക. വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഈ ഒരു സമയത്ത് എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. എക്സാം പ്രോപ്പറായിട്ട് എഴുതുക. ക്വസ്റ്റ്യൻ പേപ്പർ ശരിക്കും അനാലിസിസ് നടത്തുക. ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവരുടെ സൈറ്റിൽ പോയാലും എന്ത് ചെയ്യും, കിട്ടും. അപ്പോൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.